ഒരിക്കൽ ഒരു ഭക്തന് നാഭിക്കു താഴെയായി ഒരു മുഴയുണ്ടായി. അത് ക്രമേണ വളർന്ന് ഒരു സഞ്ചി പോലെ തൂങ്ങി. അത് അയാൾക്ക് ഏറ്റവും ഉപദ്രവകരമായി തീർന്നു. ഈ മുഴയോളം വലിപ്പത്തിൽ സ്വർണം കൊണ്ട് ഒരു കുമിളയുണ്ടാക്കിച്ച് ആറന്മുള ഭഗവാന് നടക്കി വയ്ക്കുകയും അവിടെ 41 ദിവസം ഭജിക്കുകയും ചെയ്താൽ ഈ മുഴ പോകും എന്ന് ചിലർ പറഞ്ഞു. അത് വിശ്വസിച്ച് ആറന്മുള ചെന്ന് ഭക്തിയോടുകൂടി ഭഗവാനെ ഭജിക്കുവാൻ തുടങ്ങി. അക്കാലത്ത് ആറന്മുള മതിൽക്കകത്ത് ഒരു കലമാനുണ്ടായിരുന്നു. അത് കുട്ടിയായിരുന്നപ്പോൾ ഒരാൾ കൊണ്ടുചെന്ന് വഴിപാടായി നടക്കു കെട്ടിയതായിരുന്നു. അത് ക്രമേണ വളരുകയും വലിയ കൊമ്പുകളും മറ്റും ഉണ്ടായിത്തീരുകയും ചെയ്തു. എന്നാലും അതാരെയും ഉപദ്രവിക്കാറില്ല. ദേവസ്വത്തിൽ നിന്ന് അതിന് തിന്നുവാൻ ചിലതൊക്കെ കൊടുപ്പിച്ചിരുന്നത് കൂടാതെ അവിടെ ദർശനത്തിനും ഭജനയ്ക്കും മറ്റും ചെല്ലുന്നവരും ആ മാനിന് തിന്നാൻ എന്തെങ്കിലും കൊടുക്കാറുണ്ടായിരുന്നു. ഒരു ദിവസം ആ ഭജനക്കാരൻ ഭഗവാന്റെ നാമങ്ങൾ ജപിച്ചുകൊണ്ട് ക്ഷേത്രത്തിൽ പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരുന്ന സമയം ആ മാൻ അടുത്തു ചെന്നു. ചാടി അദ്ദേഹത്തിൻ്റെ നാഭിക്ക് താഴെയായി ഒരു കുത്തു വച്ചു കൊടുത്തു. കുത്തുകൊണ്ട ക്ഷണത്തിൽ അദ്ദേഹം ബോധരഹിതനായി നിലത്തു വീണു. ഉടനെ ചിലർ കൂടി അയാളെ എടുത്ത് മതിലിന് പുറത്തു കൊണ്ടുപോയി കിടത്തി. അപ്പോൾ രക്തം ഇടമുറിയാതെ പ്രവാഹം തുടങ്ങി. അവിടെ ഉണ്ടായിരുന്നവർ പരിശോധിച്ചപ്പോൾ ഈ മുഴ കലയുടെ കൊമ്പുകൊണ്ട് പൊട്ടിക്കീറിയിരിക്കുന്നതായി കണ്ടു. ഉടനെ ചിലർ ഒരു വൈദ്യനെ വരുത്തി. ഇനി ഇതിനെന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. വൈദ്യൻ മുറിവ് പരിശോധിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇത് ആ കല ഭഗവാന്റെ കൽപ്പനപ്രകാരം ചെയ്തതു തന്നെയാണ്. ഭഗവാന്റെ മാനിനും ശസ്ത്രക്രിയ അറിയാമെന്നാണ് തോന്നുന്നത്. ഈ കുത്ത് അല്പം മാറിയായിരുന്നു കൊണ്ടിരുന്നത് എങ്കിൽ രോഗിയുടെ കഥ അപ്പോൾ തന്നെ കഴിയുമായിരുന്നു. ഭഗവാൻ ചെയ്തതിന് ശേഷം ചെയ്യുവാൻ ഞാൻ ശക്തനല്ല. ഇനി വേണ്ടുന്നതും ആറന്മുളയപ്പൻ തന്നെ ചെയ്തുകൊള്ളും. ഇങ്ങനെ രക്തം കുറെ പോയാൽ പിന്നെ മുഴ കാണുകയേയില്ല. പിന്നെ മുറി ഉണങ്ങിയാൽ മതിയല്ലോ. അത് ഭഗവാന്റെ കൃപ കൊണ്ട് ക്രമേണ ശരിയാകും. ഇത്രയും പറഞ്ഞിട്ട് വൈദ്യൻ പോയി. പിന്നെ 3 ദിവസത്തേക്ക് രക്തം ഒലിച്ചുകൊണ്ട് തന്നെ ഇരുന്നു. അപ്പോഴേക്കും മുഴ കാണാനില്ലാതെയായി. ചികിത്സയൊന്നും കൂടാതെ തന്നെ ക്രമേണ മുറിവും ഉണങ്ങി. അദ്ദേഹം പൂർണ്ണമായ സുഖം പ്രാപിച്ചു. അതിനുശേഷം ആ ഭക്തൻ സ്വർണ്ണക്കുമളയുണ്ടാക്കിച്ച് നടക്കി വെച്ചു. വേറെയും ചില വഴിപാടുകളെല്ലാം നടത്തി ഭജനം കാലം കൂടിയ ശേഷം മടങ്ങിപ്പോവുകയും ചെയ്തു. പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യജ്ഞരൂപാ ജഗദ്ധാത്രേ വിശ്വഗ്രൂപാ ച പാവനി ആധാരം ത്വാം പ്രപശ്യന്തി ന സമ്യക് നിഖിലാ പ്രജാ. യജ്ഞരൂപയാണ് അമ്മ. യജ്ഞം എന്ന പദത്തിന് ആരാധന, പ്രാർത്ഥന, പൂജ, യാഗം എന്നൊക്കെ അർത്ഥങ്ങളുണ്ട്. 5 വിധം യജ്ഞങ്ങളുണ്ട്. ബ്രഹ്മയജ്ഞം, വേദാധ്യയനമാണ് ഉദാഹരണം. രണ്ടാമത്തേതാണ് ദേവയജ്ഞം, അതായത് ഹോമം, ദേവന്മാരെ ഉദ്ദേശിച്ചുള്ള ഉപാസനകൾ. അടുത്തത് മനുഷ്യയജ്ഞമാണ്, അതാണ് അതിഥി സൽക്കാരം. പിതൃയജ്ഞം, തർപ്പണം തുടങ്ങിയ പിതൃപൂജകൾ. അവസാനത്തേതാണ് ഭൂതയജ്ഞം, പക്ഷിമൃഗാദികളെ ശുശ്രൂഷിക്കുക. ഈ യജ്ഞങ്ങളൊക്കെ അമ്മയുടെ രൂപങ്ങളാണ് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ജഗത്തിന് ധാത്രിയായവൾ, ജഗദ്ധാത്രി. ധാത്രി എന്നാൽ വളർത്തമ്മ. ലോകത്തെ സംരക്ഷിക്കുന്നവൾ എന്നാണ് ഇവിടെ അർത്ഥം. അടുത്ത പദമാണ് വിശ്വഗ്രൂപ. എല്ലായിടത്തും രൂപം ഉള്ളവൾ, സർവവ്യാപി. കാണാവുന്നതും കാണാൻ പറ്റാത്തതുമായ എല്ലാ രൂപങ്ങളിലും അമ്മ സ്ഥിതി ചെയ്യുന്നു. പാവനി എന്ന് പറഞ്ഞാൽ പാവനമാക്കുന്നവൾ, പാപങ്ങളെ നശിപ്പിക്കുന്നവൾ എന്നും പാപമോ കളങ്കമോ ഏശാത്തവൾ എന്നും അർത്ഥങ്ങളുണ്ട്. ആധാരം ത്വാം നിഖില പ്രജാഹ സമ്യക് ന പശ്യന്തി. അല്ലയോ അമ്മേ, അവിടുന്ന് എല്ലാത്തിനും ആധാരമാണ് എങ്കിലും എല്ലാവരും നിന്നെ വേണ്ടതുപോലെ ദർശിക്കുന്നില്ല. ജഗദ്ധാത്രിയും യജ്ഞങ്ങളുടെ രൂപങ്ങൾ ഉള്ളവളുമാണ് അമ്മ.
സമസ്ത ചരാചരങ്ങളെയും സൃഷ്ടിക്കുകയും നിലനിർത്തുകയും എല്ലാ പ്രവർത്തനങ്ങൾക്കും പ്രേരണ നൽകുകയും ചെയ്യുന്നു. എല്ലാത്തിനും ഫലം നൽകുന്നു. എല്ലാ കർമ്മങ്ങളുടെ ഫലങ്ങളും ഭുജിക്കുന്നതും അമ്മ തന്നെയാണ്. എല്ലാത്തിനും ആധാരമാണെങ്കിലും അങ്ങനെയുള്ള അമ്മയെ എല്ലാ ജീവികളും അറിയുകയോ കാണുകയോ ചെയ്യുന്നില്ല. നിഖില പ്രജാ ന പശ്യന്തി എന്ന് ഇവിടെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ചിലർ അറിയുകയും കാണുകയും ചെയ്യുന്നുണ്ട് എന്നും ഒരു അർത്ഥമെടുക്കാവുന്നതാണ്. പല ജന്മങ്ങളിലെ പുണ്യസഞ്ചയം കൊണ്ട് ചിലർ അമ്മയുടെ ഉപാസകരായി മാറുന്നു. അങ്ങനെയുള്ളവർ ഒഴികെ എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓം ശ്രീലളിതാംബികായൈ നമഃ. ഓം. ലളിതാ സഹസ്രനാമത്തിൽ 423 നാമമന്ത്രമായി വാഗ്ദേവതകൾ നമുക്ക് പ്രദാനം ചെയ്യുന്നത് ദ്വിജവൃന്ദ നിഷേവിത എന്ന നാമമാണ്. 2 ജന്മം ഉള്ളവരെയാണ് ദ്വിജന്മാർ എന്ന് പറയുന്നത്. അമ്മയുടെ ഗർഭത്തിൽ നിന്നും പുറത്തു വരുന്നത് ആദ്യത്തെ ജന്മം. മന്ത്രങ്ങളുടെ ശക്തിയെ ധരിക്കാനുള്ള ശക്തി നേടുവാനായി ഉപനയനം ചെയ്ത് മന്ത്രോപദേശം സ്വീകരിക്കുന്നതാണ് 2ാമത്തെ ജന്മം. വേദം പഠിച്ച് അധ്യയനം ചെയ്ത് അതിലെ വിധിപ്രകാരം ജീവിക്കുന്നവരെയാണ് ദ്വിജൻ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ളവരാൽ സേവിക്കപ്പെടുന്നവൾ, അതായത് ദ്വിജവൃന്ദങ്ങളാൽ സേവിക്കപ്പെടുന്നവൾ, ദ്വിജസമൂഹങ്ങളാൽ സന്ധ്യാരൂപത്തിൽ ഉപാസന ചെയ്യപ്പെടുന്നവൾ എന്നിങ്ങനെയാണ് ഈ നാമമന്ത്രത്തിൻ്റെ അർത്ഥങ്ങൾ. ദ്വിജ എന്ന ശബ്ദത്തിന് പക്ഷി എന്നും അർത്ഥമുണ്ട്. അവർക്കുമുണ്ട് 2 ജന്മങ്ങൾ. ആദ്യം അണ്ഡമായി അമ്മ പക്ഷിയിൽ നിന്നും പുറത്തു വരുന്നു. പിന്നീട് അമ്മയുടെ ചൂടേറ്റ് അണ്ഡം വിരിഞ്ഞ് പുറത്തു വരുന്നതുകൊണ്ട് അവയ്ക്കും 2 ജന്മം ഉള്ളതായി കണക്കാക്കുന്നു. തദ്യഥാ അസ്മിന്നാകാശേ ശ്വേനോ വാ സുപർണോ വാ വിപരിപത്യ ശ്രാന്ത സംഹത്യ പക്ഷൗ സംലയായൈവ ധ്രിയതേ ഏവമേവായം പുരുഷ ഏതസ്മാ അന്തായ ധാവതി യത്ര സുസ്ഥോ ന കഞ്ചന കാമം കാമയതേ ന കഞ്ചന സ്വപ്നം പശ്യതി. ഉപനിഷത്തിലെ അതിമനോഹരമായ ഒരു മന്ത്രമാണ് ഇത്. തത് യഥാ, എപ്രകാരമാണോ, അസ്മിൻ ആകാശേ, ഈ ആകാശത്തിൽ, ശ്വേന വാ, ഒരു പരുന്തോ, സുപർണ വാ, പക്ഷിയോ, വിപരിപത്യ, പല ഭാഗത്തും പറന്നിട്ട്, ശ്രാന്ത, ക്ഷീണിച്ചവനായി, പക്ഷൗ, ചിറകുകളെ, സംഹത്യ, നല്ലവണ്ണം വിടർത്തിയിട്ട്, സംലയായ ഏവ, കൂട്ടിലേക്കു തന്നെ, ധ്രിയതേ, പറക്കുന്നത്, ഏവം ഏവ, ഇപ്രകാരം തന്നെ, അയം പുരുഷ, ഈ പുരുഷൻ, ഏതസ്മൈ അന്തായ, ഈ സ്ഥാനത്തിലേക്ക്, ധാവതി, ഓടുന്നു, യത്ര, എവിടെ, സുപ്തഃ, ഉറങ്ങിയവനായിട്ട്, കഞ്ചന കാമം, ഒരു കാമത്തെയും, ന കാമയതേ, ആഗ്രഹിക്കുന്നില്ല, കഞ്ചന സ്വപ്നം, ഒരു സ്വപ്നത്തെയും, ന പശ്യതി, കാണുന്നില്ല. ഈ ആകാശത്തിൽ ഒരു പരുന്തോ മറ്റു പക്ഷിയോ പലയിടത്തും പറന്ന് ക്ഷീണിച്ച് ചിറകു വിടർത്തി കൂട്ടിലേക്ക് വേഗത്തിൽ പറക്കുന്നതുപോലെ തന്നെ ഈ പുരുഷൻ സ്വാപത്തെ പ്രാപിച്ച് ഒരു കാമത്തെയും ആഗ്രഹിക്കാതിരിക്കുകയും ഒരു സ്വപ്നവും കാണാതിരിക്കുകയും ചെയ്യുന്ന ഈ സ്ഥാനത്തിലേക്ക്, അതായത് സുഷുപ്തിയിലേക്ക് ഓടിപ്പോകുന്നു. ജീവാത്മാവ് ജാഗ്രത്തിലും സ്വപ്നത്തിലും പല അനുഭവങ്ങൾക്കും വിധേയമാകുന്നു. അതുകൊണ്ട് ഒരുപോലെ ക്ഷീണിക്കുന്നു. അവിടെ നിന്ന് വിശ്രമത്തിനാണ് സുഷുപ്തിയിലേക്ക് പോകുന്നത്. അവിടെ എല്ലാ ഉപാധികളിൽ നിന്നും എല്ലാ ഭാവനകളിൽ നിന്നും മോചനം നേടി
ജീവൻ പരമാത്മാവുമായി ഏകീഭാവം പ്രാപിക്കുന്നു, അതായത് ഐക്യം പ്രാപിക്കുന്നു, ആത്മാനന്ദം അനുഭവിക്കുന്നു. ബൃഹദാരണ്യക ഉപനിഷത്തിലെ 4-ാം അധ്യായത്തിലെ 3-ാം ബ്രാഹ്മണത്തിലെ 19-ാമത്തെ മന്ത്രമാണ് ഇത്. സന്ധ്യാകാലത്ത് പറന്നു തളർന്ന പക്ഷികൾ ചിറകൊതുക്കി കൂടുകളിൽ ലയിക്കുന്നതുപോലെ എല്ലാ ജീവികളും ജീവിതാന്ത്യത്തിൽ അമ്മയിൽ ലയിക്കുന്നു എന്ന് അർത്ഥം. ഓം ദ്വിജവൃന്ദനിഷേവിതായൈ നമഃ. ഓം ഓം ഹ്രീം ദ്വിജവൃന്ദനിഷേവിതായൈ നമഃ. സന്ധ്യാനേരത്ത് ജപിക്കുവാൻ പറ്റിയ ഉത്തമമായ ഒരു നാമമന്ത്രമാണ് ഇത്. മാനസികമായി ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഈ മന്ത്രം കൊണ്ട് മാറിക്കിട്ടും. രോഗം ഉള്ളവർക്ക് അത് ഭേദമാകും. പ്രഭാത സന്ധ്യയിൽ തുളസിക്ക് ജലം സമർപ്പിച്ചുകൊണ്ട് ഈ മന്ത്രം 7 പ്രാവശ്യം ജപിക്കുക. ഏതാഗ്രഹവും ഇങ്ങനെ 3 പ്രാവശ്യം ചെയ്താൽ സാധ്യമാകുന്നതാണ്. ഇപ്രകാരം വൈകുന്നേരം ചെയ്താൽ ഗ്രഹത്തിലുണ്ടാകുന്ന ദോഷങ്ങളും ശത്രുദോഷവും മാറിക്കിട്ടും. വൈകുന്നേരം സന്ധ്യാനേരത്ത് കുറച്ച് ശുദ്ധമായ വെള്ളത്തിൽ വൃത്തിയായി കഴുകിയ 7 തുളസി ഇലകൾ എടുത്ത് ഓരോന്നും ഈ മന്ത്രം ചൊല്ലി ജലത്തിലിടുക. പിറ്റേന്ന് രാവിലെ, അതായത് പ്രഭാത സന്ധ്യയിൽ 7 പ്രാവശ്യം ഈ മന്ത്രം ചൊല്ലി ഭക്തിയോടുകൂടി അമ്മയുടെ തീർത്ഥമായി അത് സേവിക്കുക. ഏതാനും ദിവസം ഇങ്ങനെ ചെയ്താൽ ആരോഗ്യവും സൗന്ദര്യവും ഐശ്വര്യവും ഉണ്ടാകുന്നതാണ്. എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം നൽകി അമ്മ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.